In this video, we are going to discuss some important theorems. First, we have a lemma. Let p be a prime number. A positive integer a is self-invertible modulo p if and only if a is congruent to plus or minus 1 modulo p. That is, ഒരു പ്രൈം നമ്പർ p ഉണ്ട്. p ഒരു പ്രൈം നമ്പർ ആണ്. ഇനി ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യണം. എ ഈസ് സെൽഫ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ, അതായത് എയുടെ ഇൻവേഴ്സ് എ തന്നെയാണെങ്കിൽ എ ഈസ് കോൺഗ്രുവൻറ്റ് ടു പ്ലസ് ഓർ മൈനസ് 1 മോഡുലോ പി ആയിരിക്കും. അതുപോലെ തിരിച്ചും എ ഈസ് കോൺഗ്രുവൻറ്റ് ടു പ്ലസ് ഓർ മൈനസ് 1 മോഡുലോ പി ആണെങ്കിൽ എ ഒരു സെൽഫ് ഇൻവേർട്ടബിൾ ആയിട്ടുള്ള ഇൻറ്റിജർ ആയിരിക്കും. ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എൻ ആണെങ്കിൽ, അതായത് എയും ബിയും പ്രോഡക്റ്റ് എടുത്താൽ കോൺഗ്രുവൻറ്റ് മോഡുലോ എന്നിൽ പ്രോഡക്റ്റ് എടുത്താൽ 1 ആണ് കിട്ടുന്നതെങ്കിൽ എ ഈസ് ഇൻവേഴ്സ് ഓഫ് ബി അല്ലെങ്കിൽ ബി ഈസ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യുന്നത് എ ഒരു സെൽഫ് ഇൻവേർട്ടബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആണ് എന്നാണ്. ഇവിടെ പി ഒരു പ്രൈം നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ പി ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് പിന്നേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഇപ്പോൾ 7 ഒരു പ്രൈം നമ്പറാണ്. ഇപ്പോൾ 7നേക്കാൾ താഴെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1 2 3 4 5 6 ഇതിൻ്റെ എല്ലാം ജി സി ഡി വിത്ത് 7 എടുത്താൽ 1 ആയിരിക്കും. ജി സി ഡി ഓഫ് 2 and 7 ഈക്വൽ ടു 1 എക്സെട്ര. അപ്പോൾ പി ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് എവറി പോസിറ്റീവ് ഇൻറ്റിജർ ലെസ് ദാൻ പി ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. സോ ഇറ്റ് ഹാസ് എ ഇൻവേഴ്സ് മോഡുലോ പി. മോഡുലോ പിയിൽ അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളൊരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തു. എ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് സച്ച് ദാറ്റ് എ ഈസ് സെൽഫ് ഇൻവേർട്ടബിൾ. എ ഈക്വൽ ടു എ ഇൻവേഴ്സ്. എയുടെ ഇൻവേഴ്സ് എ തന്നെയാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എ ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ പി എന്ന് എഴുതാം ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് എ സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ പി. ദാറ്റ് മീൻസ് 1 മോഡുലോ പി. That means a square minus 1 is a multiple of p എന്ന് കിട്ടും. That is p divides a square minus 1 എന്ന് പറഞ്ഞാൽ p divides a square minus 1 നമുക്ക് a plus 1 into a minus 1 എഴുതാം. ഇനി നമുക്കൊരു യൂക്ലിഡ് ലെമ്മ ഉണ്ട്. കാരണം യൂക്ലിഡ് ലെമ്മ പറയുന്നത് p divides a b ആണെങ്കിൽ either p divides a or p divides b എന്നാണ്. അപ്പോൾ അതുപയോഗിച്ച് p divides a plus 1 into a minus 1 എന്നുള്ളതിനെ നമുക്ക് either p divides a plus 1 or p divides a minus 1 എന്നെഴുതാം. That means either a plus 1 is a multiple of p or a minus 1 is a multiple of p. That is either a is congruent to minus 1, a is congruent to minus 1 modulo p or a is congruent to plus 1 modulo p എന്ന് എഴുതാം. That means a is congruent to plus or minus 1 modulo p. ഇതാണ് ആദ്യത്തെ കേസ്. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് a is congruent to plus or minus 1 modulo p ആണെങ്കിൽ a ഒരു സെൽഫ് ഇൻവേർട്ടബിൾ എലമെൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ സപ്പോസ് ചെയ്തു a is congruent to plus or minus 1 modulo p. Then സ്ക്വയർ എടുക്കുക രണ്ട് സൈഡിലും. a square is congruent to plus or minus 1 square modulo p. പ്ലസ് ഓർ മൈനസ് 1ൻ്റെ സ്ക്വയർ 1 ആണ്. a square is congruent to 1 modulo p എന്ന് കിട്ടും. ദാറ്റ് ഈസ് a സ്ക്വയറിനെ നമുക്ക് a ഇൻറ്റു a എന്ന് എഴുതാം. ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 modulo p. ഇത് ഇൻവേർട്ടബിളിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇതിൻ്റെ മീനിങ് എന്താ? a is invertible and a inverse equal to a തന്നെയാണ്. ദാറ്റ് ഈസ് a is സെൽഫ് ഇൻവേർട്ടബിൾ എന്ന് കിട്ടും. സോ അതാണ് ആ ലെമ്മയുടെ പ്രൂഫ്. a ഒരു സെൽഫ് ഇൻവേർട്ടബിൾ എലമെൻ്റ് ആണെങ്കിൽ a is congruent to plus or minus 1 modulo p ആയിരിക്കും, where p is a prime number. ഇനി തിരിച്ച് a is congruent to plus or minus 1 modulo p for p where p is a prime, then a is self-invertible എന്ന് കിട്ടും. Then now we have a very important theorem, that is Wilson's theorem. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വിൽസൺസ് തിയറം ചോദിക്കാറുണ്ട് എക്സാമിന്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്:
If p is a prime number, then p minus 1 factorial is congruent to minus 1 modulo p. p ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ p മൈനസ് വണ്ണിൻ്റെ ഫാക്ടോറിയൽ, പിന്ന് 1 മൈനസ് ചെയ്യുക, അതിൻ്റെ ഫാക്ടോറിയൽ മൈനസ് 1 മോഡുലോ പി ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ പ്രൈം നമ്പർ എടുത്തു നോക്കാം, p ഈക്വൽ ടു 2. ഇപ്പോൾ 2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ആണ്. 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡുലോ 2 ആണ്, കറക്റ്റാണ്. ഇനി p ഈക്വൽ ടു 3 എടുത്തു നോക്കാം. 3 മൈനസ് 1 ഫാക്ടോറിയൽ ദറ്റ് ഈസ് 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ആണ്. 2 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡുലോ 3, അതും ട്രൂ ആണ്. അപ്പോൾ p ഈക്വൽ ടു 2 എടുക്കുമ്പോഴും 3 എടുക്കുമ്പോഴും വിൽസൺസ് തിയറം ട്രൂ ആണ്. ഇനി 5, 7 അങ്ങനെ ഓരോന്ന് എടുത്ത് ചെക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കബിൾ അല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള പ്രൈംസിന്, അതായത് 3നേക്കാൾ വലിയ പ്രൈം നമ്പേഴ്സിന് നമ്മൾ ജനറലി പ്രൂവ് ചെയ്യണം. അപ്പോൾ വി കൺസിഡർ ലെറ്റ് p ബി എ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 3. ഇനി p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പിന്നേക്കാൾ ചെറിയ എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും അതിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അതായത് 1, 2, 3, 4 എക്സെട്ര p മൈനസ് 1 വരെയുള്ള, പിയുടെ തൊട്ട് മുന്നേയുള്ള ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ p മൈനസ് 1 വരെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും പിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സെറ്റിലെ ഒരു ഇൻറ്റിജർ എടുത്തു, ഏതോ ഒരു ഇൻറ്റിജർ. അപ്പോൾ അതിന് ജനറലി നമ്മൾ എ എന്ന് വിളിച്ചു. അതായത് എ എന്ന് പറയുന്നത് ഈ 1, 2, 3 എക്സെട്ര p മൈനസ് 1 വരെയുള്ള, പിനേക്കാൾ താഴെയുള്ള, പിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിലെ ഇൻറ്റിജേഴ്സിലെ ഒരു ഇൻറ്റിജറാണ് എ. ലെറ്റ് എ ബി എനി നമ്പർ ഇൻ സെറ്റ് 1, 2, 3, 4 എക്സെട്ര p മൈനസ് 1 ആൻഡ് വി കൺസിഡർ ദ ലീനിയർ കോൺഗ്രുവൻസ് ax ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p എന്നുള്ള കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്തു. വേർ എ എന്ന് പറഞ്ഞാൽ എയുടെയും പിയുടെയും പ്രോപ്പർട്ടി എന്താ, രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ax ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p, എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതുകൊണ്ട് ഈ കോൺഗ്രുവൻസിന് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. ഈ കോൺഗ്രുവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് എക്സിന് ഒരൊറ്റ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ വാല്യൂവിനെ നമ്മൾ a1 എന്നെടുത്തു. സപ്പോസ് ദാറ്റ് a1 ഈസ് എ സൊല്യൂഷൻ, a1 ഈസ് ദി യുണീക്ക് സൊല്യൂഷൻ ഓഫ് ദി ലീനിയർ കോൺഗ്രുവൻസ് ax ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p, വേർ a1ൻ്റെ പ്രോപ്പർട്ടി എന്താ, അത് 1നും p മൈനസ് 1നും ഇടയ്ക്കായിരിക്കും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p മൈനസ് 1. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a ഇൻറ്റു a1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p എന്ന് കിട്ടും. a ഇൻറ്റു a1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p, അത് സാറ്റിസ്ഫൈ ചെയ്യും a1. ഇനി നമ്മൾ ഈ കോൺഗ്രുവൻസ് കൺസിഡർ ചെയ്തു. ഇനി 2 കേസുകളാണ് നമ്മൾ എക്ക് കൊടുക്കുന്നത്. അതായത് നമ്മുടെ അടുത്തൊരു സെറ്റ് ഉണ്ട് 1, 2, 3 എക്സെട്ര p മൈനസ് 1. p മൈനസ് 1 ഫാക്ടോറിയൽ വെച്ചിട്ടാണ് നമുക്ക് വിൽസൺസ് തിയറം ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെറ്റിലെ ഏതൊക്കെ എലമെൻറ്റ്സ് സെൽഫ് ഇൻവേർട്ടബിൾ ആണ്, ഏതൊക്കെ എലമെൻറ്റ്സ് സെൽഫ് ഇൻവേർട്ടബിൾ അല്ല എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ റിലേഷൻ ഉപയോഗിക്കുന്നു. a ഇൻറ്റു a1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p, വേർ a എന്ന് പറയുന്നത് ഈ സെറ്റിലെ ഏതോ ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ എയുടെ പ്രോപ്പർട്ടി എ സെൽഫ് ഇൻവേർട്ടബിൾ, ഇതിൽ ഏത് ഇൻറ്റിജർ കൊടുക്കുമ്പോഴാണ് എ സെൽഫ് ഇൻവേർട്ടബിൾ ആകുന്നത്, അത് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ 2 കേസ് നമ്മൾ സപ്പോസ് ചെയ്യാം. എ സെൽഫ് ഇൻവേർട്ടബിൾ ആകുന്ന കേസ് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്ക് ഏതൊക്കെ വാല്യൂ കിട്ടും. സപ്പോസ് ദാറ്റ് എ ഈസ് സെൽഫ് ഇൻവേർട്ടബിൾ, അതായത് എയുടെ ഇൻവേഴ്സ് എ തന്നെയാണ്, അതായത് a1ഉം എയും സെയിം ആണ് എന്ന് സപ്പോസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ഒരു സെൽഫ് ഇൻവേർട്ടബിൾ എലമെൻ്റ് ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്തു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു പ്ലസ് ഓർ മൈനസ് 1 മോഡുലോ p ആയിരിക്കും അല്ലേ. ദെൻ ഇത് നമ്മൾ എഴുതിയിരുന്നു ഐദർ p ഡിവൈഡ്സ് a പ്ലസ് 1 ഓർ p ഡിവൈഡ്സ് a മൈനസ് 1. നമുക്കറിയാം എ എന്ന് പറയുന്നത് പിനേക്കാൾ ചെറിയ നമ്പറാണ്, അതുകൊണ്ട് a പ്ലസ് 1 ഈക്വൽ ടു ഒന്നുകിൽ p ആയിരിക്കും ഓർ a ഈക്വൽ ടു 1 ആയിരിക്കും. a പ്ലസ് 1 p ഒരു പ്രൈം നമ്പറാണ്. a എന്ന് പറയുന്നത് ആ സെറ്റിലെ 1, 2, 3 എക്സെട്ര p മൈനസ് 1ലെ ഒരു ഇൻറ്റിജറാണ്, അതായത് a ലെസ് ദാൻ p ആണ്. ദെർഫോർ p ഡിവൈഡ്സ് a പ്ലസ് 1 ഓർ p ഡിവൈഡ്സ് a മൈനസ് 1 എന്നുള്ളതിന് നമുക്ക് എന്ത് കിട്ടും, a പ്ലസ് 1 ഇസ് എ ഇതൊന്ന് a പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് p എന്ന് കിട്ടും.
ദാറ്റ് മീൻസ് എ പിന്നേക്കാൾ ചെറുതായതുകൊണ്ട് a plus 1 p ആയിരിക്കും. ഇനി a minus 1 is a multiple of p, that is a equal to 1 ആയിരിക്കും. സോ a plus 1 equal to p or a equal to 1. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് a equal to p minus 1 or a equal to 1. അപ്പോൾ a സെൽഫ് ഇൻവേർട്ടബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദെൻ എക്ക് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, 1 അല്ലെങ്കിൽ 1, അതുപോലെ p minus 1. അതായത് ഈ നമ്പേഴ്സിൽ സെൽഫ് ഇൻവേർട്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 1ഉം p minus 1ഉം ആണ്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് ഇതായിരുന്നു 1, 2, 3 എക്സെട്ര p minus 1. ഇതിൽ 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്, p minus 1ൻ്റെ ഇൻവേഴ്സ് p minus 1 ആണ്. ബാക്കിയുള്ള നമ്പേഴ്സ് 2, 3 എക്സെട്ര p minus 2 വരെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് എത്ര ഉണ്ടാവും? ആകെ p minus 1 ആയിരുന്നു, അതിൽ നിന്ന് 2 എണ്ണം പോയി. സോ p minus 3 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇവയുടെ ഇൻവേഴ്സ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ തന്നെ ആയിരിക്കും. അതായത് 2ൻ്റെ ഇൻവേഴ്സ് ഇതിലെവിടെയെങ്കിലും ഉള്ള ഒരു നമ്പർ ആയിരിക്കും, 3യുടെ ഇൻവേഴ്സും ഇതിലേതെങ്കിലും ഉള്ള നമ്പേഴ്സ് ആയിരിക്കും. അവ ഒരിക്കലും സെൽഫ് ഇൻവേർട്ടബിൾ ആവില്ല. അതായത് 2ൻ്റെ ഇൻവേഴ്സ് 2 തന്നെ വരില്ല. അതുപോലെ 3, 4 എക്സെട്ര p minus 2 വരെയുള്ള ഇൻറ്റീജേഴ്സിൽ സെൽഫ് ഇൻവേർട്ടബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള 2 എലമെൻറ്റേ ഉള്ളൂ, 1ഉം p minus 1ഉം. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ദർ എക്സിസ്റ്റ് സം ഫോർ എനി a in this set 2, 3 etc. p minus 2, there exists b such that ab is congruent to 1 modulo p. modulo p ലാണ് നമ്മൾ ഇൻവേഴ്സ് എല്ലാം പറയുന്നത്. ഇനി അങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കും 2, 3 etc. p minus 2. അപ്പോൾ ഈ 2, 3 etc. p minus 2 ടോട്ടൽ p minus 3 എലമെൻറ്റ്സ് ഉണ്ടാവും. അവയെ നമുക്ക് p minus 3/2 പെയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഒരു നമ്പർ അതിൻ്റെ ഇൻവേഴ്സ് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് 2 × 3 × പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സെട്ര p minus 2 വരെ ഈസ് കോൺഗ്രുവൻറ്റ് ടു. ഇപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് ഇതിലെവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻവേഴ്സ് ആയതുകൊണ്ട് 1 മോഡുലോ p, മോഡുലോ പിയിലാണ് നമ്മൾ എഴുതുന്നത്, അത് 1 കിട്ടും. അതുപോലെ 3ൻ്റെ ഉണ്ടാവും, അതും 1 കിട്ടും. സോ ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p എന്ന് കിട്ടും. അതുപോലെ 1ഉം p minus 1ഉം ഉണ്ട്. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1ൻ്റെ ഇൻവേഴ്സ് 1 തന്നെയാണ്, p minus 1ൻ്റെ ഇൻവേഴ്സ് p minus 1. സോ 1 × p minus 1, ദാറ്റ് ഈസ് p minus 1 മോഡുലോ p എന്ന് കിട്ടും. സോ ഇത് ഈ രണ്ട് കോൺഗ്രുവൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 × 2 × 3 × എക്സെട്ര p minus 2 × p minus 1 is congruent to 1 × p minus 1, p minus 1 മോഡുലോ p എന്ന് കിട്ടും. ഇനി ഇത് എന്ന് പറഞ്ഞാൽ p minus 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു p minus 1 മോഡുലോ p. ഇനി മോഡുലോ പിയിലെ p minus 1 എന്ന് പറഞ്ഞാൽ അത് -1 ആണ്. p minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p. സോ ദാറ്റ് ഈസ് ദി വിൽസൺസ് തിയറം. ഇനി ഈ വിൽസൺസ് തിയറത്തിന് ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് എഴുതിയിരുന്നു, 2 × 3 × എക്സെട്ര p minus 2. ഇവിടെ ഒരു 1 മൾട്ടിപ്ലൈ ചെയ്താലും ഇല്ലെങ്കിലും ഈ കോൺഗ്രുവൻസിനെ അത് ബാധിക്കുന്നില്ല. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ p minus 2 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p എന്നും എഴുതാം. അതും വിൽസൺസ് തിയറത്തിൻ്റെ ഒരു റിസൾട്ടാണ്. p minus 2 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ p. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ്. അതായത് ഒരു പ്രൈം നമ്പർ എടുത്തിട്ട് നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. p = 11 എടുക്കാം. സോ p minus 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 11 minus 1 ഫാക്ടോറിയൽ, ദാറ്റ്സ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ എന്ന് കിട്ടും. അതിനെ നമുക്ക് 1 × 2 × 3 × എക്സെട്ര × 10 എന്നെഴുതാം. ഇനി ഇതിലെ സെൽഫ് ഇൻവേർട്ടബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം p minus 1ഉം ആണ്. അതായത് ഇവിടെ 1ഉം 10ഉം ആണ് സെൽഫ് ഇൻവേർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 10 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു നമുക്ക് ഇങ്ങനെയാണ് കിട്ടേണ്ടത്, -1 മോഡുലോ 11 എന്ന് കിട്ടണം ബൈ വിൽസൺസ് തിയറം. അപ്പോൾ 10 ഫാക്ടോറിയൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് 11 - 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 × 2 × 3 × എക്സെട്ര 9 × 10. ദാറ്റ്സ് ഈക്വൽ ടു ഇതിലെ 1ഉം 10ഉം സെൽഫ് ഇൻവേർട്ടബിൾ ആണ്. അവ അതേപോലെ എഴുതാം, 1ഉം 10ഉം.
ബാക്കിയുള്ളതിൻ്റെ ഇൻവേഴ്സും ഓരോ നമ്പറും അതിൻ്റെ ഇൻവേഴ്സും പെയർ ആയിട്ട് എഴുതുക. അങ്ങനെയാണ് നമ്മളത് പ്രൂവ് ചെയ്ത് പെയേഴ്സ് ആക്കിയിട്ട്. ഇപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ് മോഡുലോ 11ൽ 2ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 6 വരും അല്ലേ. 2 × 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 ആണ്. 12 എന്ന് കിട്ടും. 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 ആണ്. അപ്പോൾ 2ൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ 2ഉം 6ഉം ഒരു പെയർ ആക്കി എഴുതി. ഇനി 3ൻ്റെ ഇൻവേഴ്സ് 4 ആണ്. 3 × 4 അഗൈൻ 12 ആണ് കിട്ടും. 5ൻ്റെ ഇൻവേഴ്സ്, അപ്പോൾ 1 ഇവിടെ 1 2 3 4 ആയി. ഇനി അടുത്ത് 5ൻ്റെ ഇൻവേഴ്സ് 9 ആണ്. 5 × 9 45 ആണ്. 45 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 ആണ്. ഇനി അടുത്തത് ഇപ്പോൾ 5 6 ആയി. ഇനി 7ഉം 8ഉം കൂടെ ഉണ്ട്. അപ്പോൾ 7 × 8 അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയിരിക്കും. 7 × 6 7 × 8 56 ആണ്. 56 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 11 ആണ്. ഇപ്പോൾ എല്ലാ നമ്പറുമായി. ഇനി 1ഉം 10ഉം അതുപോലെ അവയുടെ ഇൻവേഴ്സ് അത് തന്നെയാണ്. സോ ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ മോഡുലോ 11ൽ എഴുതാൻ പോവാണ്. മോഡുലോ 11ൽ ഈ പ്രോഡക്റ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ കോൺഗ്രുവൻ്റ് ആവും. അപ്പോൾ 1 അതേപോലെ എഴുതി. ഇനി 2 × 6 12 ആണ്. അത് മോഡുലോ 11ൽ 12 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതും 1. ഈ പെയറിനും ഒരു 1 ഉണ്ടാവും, ഈ പെയറിനും ഒരു 1. ദെൻ 10 അതേപോലെ. അത് സെൽഫ് ഇൻവേർട്ടബിൾ ആണ് മോഡുലോ 11. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ 11 - 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 എന്ന് കിട്ടും. 10 മോഡുലോ 11. 10 എന്ന് പറഞ്ഞാൽ മോഡുലോ 11ലെ 10 എന്ന് പറഞ്ഞാൽ -1 മോഡുലോ 11 എന്ന് കിട്ടും. മൈനസ് ചെയ്താൽ മതി. 10 - 11 -1 മോഡുലോ 11 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി ഇല്ലസ്ട്രേഷൻ ഓഫ് Wilson's theorem. Now next we have another theorem that is actually the converse of Wilson's theorem. It is also true. If n is a positive integer such that n - 1 factorial is congruent to -1 modulo n, then n is a prime number. അതായത് വിൽസൺസ് തിയറം പറയുന്നത് പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ p - 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ പി ആയിരിക്കും. ഇത് നേരെ തിരിച്ചാണ് പറയുന്നത്. n - 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ n ആണ്. അങ്ങനെയാണെങ്കിൽ n ഒരു പ്രൈം നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് വിൽസൺസ് തിയറം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്, കോൺവേഴ്സും ശരിയാണ് എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തിയറം പ്രൂവ് ചെയ്യാം. തിയറം പ്രൂവ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴിയാണ്. നമുക്ക് തന്നിട്ടുള്ളത് n - 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ n ആണ്. n ഒരു പ്രൈം നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ സപ്പോസ് ദാറ്റ് n ഈസ് നോട്ട് എ പ്രൈം, n ഒരു പ്രൈം നമ്പർ അല്ല എന്ന് അസ്യൂം ചെയ്യാം. n പ്രൈം നമ്പർ അല്ലെങ്കിൽ n-ൻ്റെ പ്രോപ്പർട്ടി എന്താണ്? n-ന് ഡിവൈസേഴ്സ് ഉണ്ടാവും. അപ്പോൾ d ഒരു ഡിവൈസറാണ് സച്ച് ദാറ്റ് 1-നും n-നും ഇടയ്ക്ക് n-ന് ഡിവൈസേഴ്സ് ഉണ്ടാവും. 1 d n. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് എഴുതിയാൽ 1 d. അതായത് n പ്രൈം ആണെങ്കിൽ, ഒരു നമ്പർ പ്രൈം ആണെങ്കിൽ അതിന് 1ഉം ആ നമ്പറും മാത്രമേ ഡിവൈസേഴ്സ് ആയിട്ടുണ്ടാവുള്ളൂ. പ്രൈം അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഇടയ്ക്ക് അതിന് വേറെ ഡിവൈസേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ d എന്ന് എടുത്തു. അപ്പോൾ d n എന്ന് പറയുമ്പോൾ ഡിയുടെ മാക്സിമം വാല്യൂ വരെ വരാം, n - 1 വരെ വരുള്ളൂ. n-ൻ്റെ തൊട്ട് മുന്നുള്ള ഇൻറ്റിജർ വരെ ആവാം. അപ്പോൾ 1 d ടു n - 1. അപ്പോൾ നമ്മൾ n - 1 ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 മുതൽ n - 1 വരെയുള്ള എല്ലാ നമ്പേഴ്സും വരും. അപ്പോൾ അതിൽ എന്ത് വരും? d എന്ന് പറഞ്ഞാൽ n - 1 വരെയുള്ള ഏതോ ഒരു നമ്പറാണ്. അപ്പോൾ ഡിയും വരും. അപ്പോൾ d ഈസ് കണ്ടെയ്ൻഡ് ഇൻ n - 1 ഫാക്ടോറിയൽ അല്ലേ. d n - 1 ഫാക്ടോറിയൽ ഉണ്ടാവും. സോ നമുക്ക് d ഡിവൈഡ്സ് n - 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. കാരണം അതിൽ ഏതോ ഒരു നമ്പർ d ആയിരിക്കും. സോ d ഡിവൈഡ്സ് n - 1 ഫാക്ടോറിയൽ. ഇനി നമുക്കൊരു തിയറത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. n - 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ n. അപ്പോൾ നമുക്ക് കിട്ടിയത് d ഡിവൈഡ്സ് n - 1 ഫാക്ടോറിയൽ. അപ്പോൾ n - 1 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n ആണ് ഇതിൻ്റെ മീനിങ്. ദാറ്റ് മീൻസ് n ഡിവൈഡ്സ് n - 1 ഫാക്ടോറിയൽ
പ്ലസ് 1. ഇവിടെ ഡി എന്ന് പറയുന്നത് ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അതുപോലെ ഡി എന്നിൻ്റെ ഡിവൈസറാണ്. അങ്ങനെയാണ് നമ്മൾ എടുത്തത്, ഡി ഡിവൈഡ്സ് n. അപ്പോൾ ഡി ഡിവൈഡ്സ് n ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1. അപ്പോൾ ഇതിൽ രണ്ടും കൂടെ നമുക്ക് ഡി ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്നെഴുതാം. സോ ഡി ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1 എന്ന് കിട്ടി. അതിനു മുമ്പ് ഡി ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഡിവിസിബിലിറ്റിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് അവയുടെ കോമ്പിനേഷൻ എടുക്കുക. അതൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഡി ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്. അതുപോലെ ഡി ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1 ഉണ്ട്. സോ അതിൻ്റെ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത് തമ്മിൽ മൈനസ് ചെയ്യുക. ഡി ഡിവൈഡ്സ് n മൈനസ് 1 ഫാക്ടോറിയൽ പ്ലസ് 1 മൈനസ് n മൈനസ് 1 ഫാക്ടോറിയൽ. ദാറ്റ് ഇംപ്ലൈസ് ഡി ഡിവൈഡ്സ് 1 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ഡി ഈക്വൽ ടു, ഡി പോസിറ്റീവ് നമ്പർ ആണ്, ഡി ഈക്വൽ ടു ഡി ഡിവൈഡ്സ് 1 ആണെങ്കിൽ 1ൻ്റെ ഡിവൈസേഴ്സ് പ്ലസ് ഓർ മൈനസ് 1 ആണ്, പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് ഡി ഈക്വൽ ടു 1 വരും. ബട്ട് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. കാരണം എന്താ, നമ്മളെടുത്ത ഡി 1നും n-നും ഇടയ്ക്കാണ്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. ഡി ഒരിക്കലും 1 ആവില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെടുത്ത്. അങ്ങനെ ഒരു, എന്നാലേ n പ്രൈം ആവാതിരിക്കും. സോ ഡി ഈക്വൽ ടു 1 എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. Hence, our assumption that n is not a prime number is wrong. That means n is a prime number. So, ഈ തിയറം, ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വിൽസൺസ് തിയറം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? എ പോസിറ്റീവ് ഇൻറ്റീജർ n greater than or equal to 2 is a prime. If and only if n minus 1 factorial is congruent to minus 1 modulo n. വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പോൾ ചില പ്രൈംസൊക്കെ നമുക്കറിയാം, 2, 3, 5, 7, 11, 13 അങ്ങനെ കുറച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു പർട്ടിക്കുലർ നമ്പർ നമ്മളോട് ഒരു പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതൊന്ന് 1 മൈനസ് ചെയ്യുക, ഫാക്ടോറിയൽ കാണുക, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതെന്തായിരിക്കണം? മൾട്ടിപ്പിൾ ഓഫ് ആ നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആയിരിക്കും. നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. Now next we have some problems related to the Wilson's theorem. Find the remainder when 18 factorial is divided by 23. 18 ഫാക്ടോറിയലിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ എത്ര വരും എന്നാണ് കാണേണ്ടത്. ഇപ്പോൾ 23 ഒരു പ്രൈം നമ്പറാണ്. സോ ബൈ വിൽസൺസ് തിയറം 23 മൈനസ് 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡുലോ 23. ദാറ്റ് ഈസ് 22 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 1 മോഡുലോ 23 എന്ന് കിട്ടും. ഈ 22 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 18 ഫാക്ടോറിയലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് 22 ഫാക്ടോറിയൽ നമുക്ക് 22 ഇൻറ്റു 21 ഇൻറ്റു 20 ഇൻറ്റു 19 ഇൻറ്റു ബാക്കിനെ നമുക്ക് 18 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ? ബാക്കി 1 മുതൽ 18 വരെയുള്ള നമ്പേഴ്സ്. ഇനി മുകളിലോ 23 ആണ്. അപ്പോൾ അതിലെ ഓരോ ടേമിനെ നമ്മൾ 23യുടെ ടേമിലേക്ക് മാറ്റാം. 22നെ 23 മൈനസ് 1 എന്ന് എഴുതാം. ദെൻ 23 മൈനസ് 2, ദെൻ 23 മൈനസ് 3, ദെൻ 23 മൈനസ് 4, ബാക്കിയുള്ള 18 ഫാക്ടോറിയൽ. അതിനെ മാറ്റേണ്ട കാരണം അത് നമുക്ക് ആവശ്യമുള്ളതാണ്. 18 ഫാക്ടോറിയൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഇനി ഈ ബ്രാക്കറ്റ് 4 ബ്രാക്കറ്റുകളുണ്ട്. അവ മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 23, എല്ലാ ടേമിലും 23 വരും. ഈ ലാസ്റ്റ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറഞ്ഞൊരു ടേം വരും. അതൊഴികെ ബാക്കിയുള്ള എല്ലാത്തിലും 23 ഉണ്ടായിരിക്കും. സോ അതിനെ മൊത്തമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 23 എന്ന് എഴുതാം. ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു മൈനസ് 4 അതെഴുതി. ദെൻ 18 ഫാക്ടോറിയൽ അതെഴുതി. സോ മൾട്ടിപ്പിൾ ഓഫ് 23, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 24 എന്ന് കിട്ടും. പ്ലസ് 24 ഇൻറ്റു 18 ഫാക്ടോറിയൽ. ഇനി 24നെ നമ്മൾ 23യുടെ ടേമിൽ എഴുതാം. ലെഫ്റ്റ് സൈഡിൽ 22 ഫാക്ടോറിയൽ ആണ്, ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 23 പ്ലസ് 24നെ 23 പ്ലസ് 1
into 18 factorial. That's equal to multiple of 23. ഈ 23നെ വീണ്ടും ഈ മൾട്ടിപ്പിൾ ഓഫ് 23ലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനെ കോമൺ ആയിട്ട് രണ്ടിനും കൂടെ മൾട്ടിപ്പിൾ ഓഫ് 23 എന്ന് എഴുതാം. +1 into 18 factorial. സോ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ 18 factorial into multiple of 23 plus 18 factorial. So 22 factorial is congruent to equal to 18 factorial into multiple of 23 plus 18 factorial. So congruent ആയിട്ട് എഴുതിയാൽ 22 factorial is congruent to modulo 23ലാണ് എഴുതുന്നത്. അപ്പോൾ ഇത് 0 ആയി പോകും, കാരണം ഇത് മൾട്ടിപ്പിൾ ഓഫ് 23 ആണ്, ബാക്കി 18 factorial ഉണ്ടാവും. സോ വി ഗെറ്റ്, ആദ്യം നമുക്ക് കിട്ടിയിരുന്നു 22 factorial is congruent to -1 modulo 23 by Wilson's theorem. ഇപ്പോൾ കിട്ടിയത് 22 factorial is congruent to 18 factorial modulo 23. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ എഴുതാം. 18 factorial is congruent to -1 modulo 23. കോൺഗ്രുവൻസിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ -1 ആണ്, അപ്പോൾ റിമൈൻഡർ വരിക. 18 ഫാക്ടോറിയലിനെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1 റിമൈൻഡറിയും വരും. അപ്പോൾ -1 റിമൈൻഡേഴ്സ് പോസിറ്റീവായിട്ടാണ് സാധാരണ പറയാറ്. അപ്പോൾ -1 എന്ന് പറയുന്നത് മോഡുലോ 23ൽ 22 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു 22 modulo 23. That is, the remainder when 18 factorial is divided by 23 is 22 എന്ന് കിട്ടും. Next, another problem. Show that 16 factorial plus 86 equal to multiple of 323. 16 factorialൻ്റെ കൂടെ 86 ആഡ് ചെയ്താൽ 323യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും കിട്ടുന്നത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു 16 ഫാക്ടോറിയൽ ഉണ്ട്. വിൽസൺസ് തിയറം അനുസരിച്ച് നമ്മൾ p-1 ഫാക്ടോറിയൽ വെച്ചാണ് പറയാറ്. അപ്പോൾ p-1 ഫാക്ടോറിയൽ ആയിരിക്കും 16 ഫാക്ടോറിയൽ. അപ്പോൾ അതുകൊണ്ട് p അവിടെ 17 ആയിരിക്കും. അപ്പോൾ 323നെ നമ്മളൊന്ന് 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 323 ഈക്വൽ ടു 17 ഇൻറ്റു 19 എന്ന് എഴുതാൻ പറ്റും. രണ്ടും പ്രൈം നമ്പറാണ്, 17ഉം 19ഉം. ഇപ്പോൾ വിൽസൺസ് തിയറം അനുസരിച്ച് നമുക്കറിയാം 16 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 17 ആണ് അല്ലേ. സോ 16 ഫാക്ടോറിയൽ പ്ലസ് 1 ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ -1ൻ്റെ കൂടെ +1 ആഡ് ചെയ്താൽ 0 മോഡുലോ 17. ദാറ്റ് മീൻസ് 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് കിട്ടും. നമുക്ക് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ആണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു 85 ആഡ് ചെയ്ത് കൊടുക്കുക. +1 പ്ലസ് 85 എന്നാൽ 86 ആവും. രണ്ട് സൈഡിലും 85 ആഡ് ചെയ്യാം. അപ്പോൾ 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈക്വൽ ടു ഈ 85നെ നമുക്ക് 17 ഇൻറ്റു 5 എന്ന് എഴുതാം. 17 ഇൻറ്റു 5 85 ആണ് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 85നെ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് എഴുതാം. അപ്പോൾ കോമൺ ആയിട്ട് മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് എഴുതാം. സോ 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 17. ഇതൊരു റിലേഷൻ. ഇനി ഇതുപോലെ നമ്മൾ ഇത് 17 വെച്ചിട്ടാണ് ഇത് എഴുതിയത്. അടുത്ത പ്രോഡക്റ്റിൽ അടുത്ത പ്രൈം നമ്പർ 19 ആണ്. അതിലും വിൽസൺസ് തിയറം അപ്ലൈ ചെയ്യാം. ബൈ വിൽസൺസ് തിയറം 18 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ 19. സോ 18 ഫാക്ടോറിയൽ പ്ലസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ 19. ദാറ്റ് മീൻസ് 18 ഫാക്ടോറിയൽ പ്ലസ് 1 18 factorial plus 1 equal to a multiple of 19. ഇനി നമുക്ക് വേണ്ടത് 18 ഫാക്ടോറിയൽ അല്ല, 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ 18 ഫാക്ടോറിയലിനെ നമ്മൾ 16 ഫാക്ടോറിയലിൻ്റെ ടേമിലേക്ക് മാറ്റുക. ദാറ്റ് ഈസ് 18 ഇൻറ്റു 17 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1.
ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 19 എന്ന് കിട്ടും. ഇനി 16 ആണ് വേണ്ടത്. അപ്പോൾ 18നെയും 19 മോളിലോ 19ലാണ്. അപ്പോൾ 18ഉം 17നെയും നമ്മൾ 19ൻ്റെ ടേമിൽ എഴുതുക. 18നെ 19 മൈനസ് 1, മറ്റേതിനെ 17നെ 19 മൈനസ് 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 19 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ പോലെ തന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 19 അങ്ങനെ എഴുതും. ബാക്കിയുള്ള ടേം -1 ഇൻറ്റു -2, ഈ ടേമിൽ മാത്രമേ 19 അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 19. അപ്പോൾ മൾട്ടിപ്പിൾ ചെയ്യാം. മൾട്ടിപ്പിൾ ഓഫ് 19 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 19. ഇനി ഈ മൾട്ടിപ്പിൾ ഓഫ് 19 ഇൻറ്റു 16 ഫാക്ടോറിയൽ ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അത് എഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 19 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു അനദർ മൾട്ടിപ്പിൾ ഓഫ് 19. ഇവിടെ എഴുതിയ മൾട്ടിപ്പിൾ ഓഫ് 19ഉം ഈ മൾട്ടിപ്പിൾ ഓഫ് 19ഉം നമ്പർ സെയിം ആവില്ല, പക്ഷേ കോമൺ ആയിട്ട് ജനറലായിട്ട് അതിന് മൾട്ടിപ്പിൾ ഓഫ് 19ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, അത് ട്രൂ ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 1 ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയത് മൾട്ടിപ്പിൾ ഓഫ് 19 എന്നാണ്. ഇനി നമ്മൾ 19 ആഡ് ചെയ്യാം. 19 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും 19 ആഡ് ചെയ്യാം. 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 19 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 20 വരും. ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 19ൻ്റെ കൂടെ എഗെയിൻ ഒരു 19 ആഡ് ചെയ്താലും അത് മൾട്ടിപ്പിൾ ഓഫ് 19 തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 16 ഫാക്ടോറിയൽ പ്ലസ് 20 കോൺഗ്രുവൻസ് വെച്ച് എഴുതിയാൽ 0 മോഡുലോ 19 എന്ന് കിട്ടും. ഇനി 2ഉം 19ഉം റിലേറ്റീവ്ലി പ്രൈമാണ്, GCD 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 ഫാക്ടോറിയൽ പ്ലസ് 10 ഇസ് കോൺഗ്രുവൻ ടു 0 മോഡുലോ 19. അപ്പോൾ 16 ഫാക്ടോറിയൽ, അതായത് നമുക്ക് 16 ഫാക്ടോറിയൽ പ്ലസ് 86 എന്നുള്ള ഫോമിൽ കിട്ടണം. അപ്പോൾ അവിടെ ഈ 2നെ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് 2നെ ഒഴിവാക്കണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 1 വന്നാൽ നമുക്ക് 2 കൊണ്ട് കറക്റ്റ് ഒരു ഈവൻ നമ്പർ വരണം അതിന്. പക്ഷേ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 19 മാറാനും പാടില്ല, അതുകൊണ്ടാണ് 19 ആഡ് ചെയ്ത് 20 ആക്കിയത്. എന്നിട്ട് ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ വി ഗെറ്റ് 16 ഫാക്ടോറിയൽ പ്ലസ് 10 is congruent to 0 മോഡുലോ 19. That means 16 factorial plus 10 equal to multiple of 19. ഇനി പ്ലസ് 10 പോരാ, 86 വേണം. അപ്പോൾ 86 ആവാൻ നമ്മൾ 76 ആഡ് ചെയ്യാം. 16 ഫാക്ടോറിയൽ പ്ലസ് 10 പ്ലസ് 76 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യണം മൾട്ടിപ്പിൾ ഓഫ് 19 പ്ലസ് 76. ഈ 76 എന്ന് പറഞ്ഞാൽ 19 ആണ്. 19 ഇൻറ്റു 4 ആണ് 76. അതായത് എഗെയിൻ എ മൾട്ടിപ്പിൾ ഓഫ് 19. ദാറ്റ് മീൻസ് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 19 എന്ന് കിട്ടും. നേരത്തെ കിട്ടിയത് 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് 17 എന്നായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കോൺഗ്രുവൻസ് ഉപയോഗിച്ച് എഴുതാം. ആദ്യത്തെ എഴുതുമ്പോൾ കോൺഗ്രുവൻസ് ഉപയോഗിച്ച് എഴുതുമ്പോൾ 16 ഫാക്ടോറിയൽ പ്ലസ് 86 ഈസ് കോൺഗ്രുവൻ ടു 0 മോഡുലോ 17 എന്ന് എഴുതാം. അതേപോലെ 0 മോഡുലോ 19 എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ബൈ ദി property of congruence 16 factorial plus 86 is congruent to 0 modulo 17 into 19, that is equal to 323. That is 16 factorial plus 86 is congruent to 0 modulo 323. That means 16 factorial plus 86 is a multiple of 323 എന്ന് കിട്ടും. Next we have another problem.
Find the remainder when 2 into 26 factorial is divided by 29. 2 into 26 factorialനെ 26 factorial ആണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതിനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഉള്ള റിമൈൻഡർ എത്രയാണ് എന്ന് കാണണം. അപ്പോൾ ഹിയർ 29 is a prime number. So by Wilson's theorem, 29 minus 1, 28 factorial is congruent to minus 1 മോളിലോ 29 ആണ്. ഇനി 28 ഇവിടെ 26 ഫാക്ടോറിയൽ ആണുള്ളത്. അപ്പോൾ 28 ഫാക്ടോറിയലിനെ നമുക്ക് 28 ഇൻറ്റു 27 ഇൻറ്റു 26 ഫാക്ടോറിയൽ എന്നെഴുതാം. 28 ഫാക്ടോറിയലിന് ഇനി മോഡലോ നമുക്ക് മൾട്ടിപ്പിളോ ഡിവൈഡ് ബൈ 29 ആണ് കാണേണ്ടത്. സോ 28നെയും 27നെയും 29ൻ്റെ ടേമിൽ എഴുതാം. സോ 28 ഫാക്ടോറിയൽ ഈക്വൽ ടു 28നെ 29 മൈനസ് 1, 27 29 മൈനസ് 2, ബാക്കിയുള്ള 26 ഫാക്ടോറിയൽ. സോ നേരത്തെ പോലെ തന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ മൾട്ടിപ്പിൾ ഓഫ് 29 എന്ന് കിട്ടും. ദെൻ മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2, 26 ഫാക്ടോറിയൽ. 26 factorial into multiple of 29 plus 2 into 26 factorial. So 28 factorial equal to അങ്ങനെ കിട്ടും. That means congruence എഴുതിയാൽ 28 factorial is congruent to മോഡലോ 29ലാണ് എഴുതുന്നത്. ഈ ഭാഗം 0 ആയി പോകും. ബാക്കിയുള്ളത് 2 into 26 factorial. 2 into 26 factorial is congruent to 28 factorial is congruent to 2 into 26 factorial മോഡലോ 29. ആദ്യം നമ്മളൊരു റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 28 factorial is congruent to minus 1 മോഡലോ 29. 28 factorial is congruent to minus 1 മോഡലോ 29 by Wilson's theorem. ഇപ്പോൾ കിട്ടിയത് 28 factorial is congruent to 2 into 26 factorial മോഡലോ 29. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 into 26 factorial is congruent to minus 1 മോഡലോ 29 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ മോഡലോ 29ൽ 28 ആണ്. ദാറ്റ് മീൻസ് 2 into 26 ഫാക്ടോറിയലിനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ 28 ആയിരിക്കും. Thank you.